ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഇസ്മുകാരൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് പഠിച്ചതൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഒരുപാട് കണക്ക് കൂട്ടി എന്നോട് പറഞ്ഞു, നിനക്ക് കണ്ണേറാണ്. അപ്പോൾ തന്നെ എനിക്ക് സംശയം വന്നു, തീരെ പഠിക്കാത്ത സ്കൂളിൽ വളരെ പിന്നിലായ എനിക്കെങ്ങനെയാണ് കണ്ണേറ് കൊള്ളുവാൻ. അങ്ങനെ അദ്ദേഹം ഒരുപാട് മന്ത്രിച്ചു തന്നെങ്കിലും എനിക്ക് വലിയ വിശ്വാസം തോന്നിയില്ല. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരുപാട് ആളുകൾ തൊട്ടതിനും വെച്ചതിനൊക്കെ ഇസ്മുകാരുടെ അടുക്കലും ജ്യോത്സ്യരുടെ അടുക്കലൊക്കെ ഓടിപ്പോകുന്നവരെ കണ്ടിട്ടുണ്ട്. മനസ്സിൽ സംശയമുള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെല്ലാം മോശമെന്നല്ല ഞാൻ പറയുന്നത്. നല്ല വശവും ഉണ്ട്, പോസിറ്റീവായ വശമുണ്ടെങ്കിലും തൊട്ടതിനും വെച്ചതിനൊക്കെ ഇങ്ങനെ ഇസ്മുകാരുടെ അടുത്തൊന്നും പോകാതെ നമ്മൾ സ്വയം പ്രവർത്തിക്കുക. എന്തിനും ഏതിനും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അല്ലെ, മോഹൻലാലോട് ശ്രീനിവാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസായം. ഇതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. എല്ലാം സമയമാകുമ്പോൾ നടക്കും. നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കുക തന്നെ ചെയ്യും.